ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ +2 പൊളിറ്റിക്സ് തന്നെയാണ്, സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവരോടായിട്ട് പറയാണ്, നമ്മൾ വീഡിയോ പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എസ്സേ ആണ് ചെയ്യാറ്. അതായത് പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ എസ്സേയും ചാപ്റ്റർ വൈസ് പറഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീഡിയോ നമ്മൾ 3 മാർക്സ് മുതൽ 5 മാർക്സ് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നും പറയും. അതാണ് സെക്കൻഡ് വീഡിയോ. തേർഡ് വീഡിയോ എന്ന് പറയുന്നത് 1 മാർക്സ് അതുപോലെ തന്നെ 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചിരുന്നു 5th ചാപ്റ്ററും അതുപോലെ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലേ, അത് എക്സാമിന് വരില്ലേ എന്നെല്ലാം. അപ്പൊ അതെല്ലാം എക്സാമിന് വരും, എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് എസ്സേ വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം പറഞ്ഞു പോയത്. അത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 3 മാർക്സ് മുതൽ 5 മാർക്സ് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചാപ്റ്റർ വൈസ് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നോട്ട്സിന്റെ കാര്യം പറഞ്ഞു. നോട്ട്സ് നമ്മൾ 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു 4 ചാപ്റ്ററിന്റെ നോട്ടും നമ്മൾ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് നല്ല സപ്പോർട്ടീവ് ആണ്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ കുറെ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ടെലഗ്രാമിലൊന്ന് നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ കിട്ടും. അങ്ങനെയും കിട്ടുന്നില്ലെങ്കിൽ ലിങ്ക് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇവിടെ ലിങ്ക് ഒന്നും കൂടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ചാപ്റ്റർ 1 ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫേസ്ഡ് മെനി ചാലഞ്ചസ്, ഐഡന്റിഫൈ 3 ഇമ്പോർട്ടന്റ് ചാലഞ്ചസ്. അതായത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എന്താണ് വിവിധ തരം വെല്ലുവിളികൾ നേരിട്ടു. 3 പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയാനാണ്. നമുക്കറിയാം എന്തായിരുന്നു, നേഷൻ ബിൽഡിംഗ്, അതായത് രാഷ്ട്ര നിർമ്മാണം, പിന്നെന്താ ജനാധിപത്യ സ്ഥാപനം, ടു എൻഷുർ ഡെമോക്രസി ആയിരുന്നു. പിന്നെന്താ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ്, ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. അതെന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് വിശദീകരിച്ച് എഴുതുക. സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയുന്നത് മൊത്തം എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിൽ എഴുതാം. ഇതൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, മാർക്ക് ഇത്രയേ ഉള്ളൂ, 3 മാർക്സിനാണ് അത് എഴുതണ്ട എന്ന് വെക്കരുത്. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ മൊത്തം ആ പോയിന്റ്സിന്റെ കൂടെ തന്നെ എഴുതുക. പോയിന്റ്സ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഓരോന്നും, ഫസ്റ്റ് ചാലഞ്ച് എന്തായിരുന്നു, നേഷൻ ബിൽഡിംഗ്. അപ്പൊ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് വിവരിച്ചെഴുതുക. അറിയുന്ന കാര്യമാണല്ലോ, അപ്പൊ അത് വിടണ്ട വെറുതെ കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു 3 ചാലഞ്ചസും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫാക്ടേഴ്സ് വിച്ച് ഡെവലപ്ഡ് ഇൻ ടു ദ ആക്സേഷൻ ഓഫ് ഹൈദരാബാദ് ആൻഡ് മെർജിംഗ് ഓഫ് മണിപ്പൂർ ഇൻ ടു ഇന്ത്യൻ യൂണിയൻ. അതായത് ഹൈദരാബാദിന്റെ പ്രവേശനത്തിലേക്കും മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിലേക്കും നയിച്ച അല്ലെങ്കിൽ വികാസം പ്രാപിച്ച ഘടകങ്ങൾ പരിശോധിക്കാനാണ്. അപ്പൊ ഇവിടെ ആദ്യം ഹൈദരാബാദ് എന്ന് ഹെഡിങ് കൊടുക്കുക. ആരായിരുന്നു റൂളർ, എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് വരുന്നത്, ആ യുദ്ധം ഒക്കെ എഴുതണം കേട്ടോ. എന്നിട്ട് എന്താണ്, മണിപ്പൂരിന്റെ കാര്യം, എലക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടും അവിടെ എഴുതണം. 1948 ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ എന്താണ് നമ്മൾ എസ്സേയിലും പഠിക്കുന്നുണ്ട് അല്ലെ. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എന്താണ് ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് 3 മാർക്സ് ആയിട്ട് അല്ലെങ്കിൽ 4, 5 മാർക്സ് ഒക്കെ ചോദിക്കുക. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാപ്റ്റർ 2 നോക്കാം, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സും +2 പൊളിറ്റിക്സിന്റെ കണക്റ്റഡ് ആണ്. അതായത് ഫസ്റ്റ് എന്താണ്, ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളി. ആദ്യത്തെ വെല്ലുവിളി ആയിരുന്നു എന്ത്, രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് മുതൽ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. രണ്ടാമത്തെ വെല്ലുവിളി എന്തായിരുന്നു, ജനാധിപത്യം സ്ഥാപിക്കല്. എങ്ങനെ ജനാധിപത്യം സ്ഥാപിക്കുക, ഇലക്ഷനിലൂടെ അല്ലെ. അതാണ് ഈ പാഠം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ അതാണ് പറയുന്നത്. മൂന്നാമത്തെ വെല്ലുവിളി എന്താണ്, എൻഷുർ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ്, വികസനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ക്ഷേമവും വികസനവും, അതാണ് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഒക്കെ പറയുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ ദ ജനറൽ ഇലക്ഷൻ ഓഫ് 1952 ഇൻ ഇന്ത്യ വേർ എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ഓൾ ഓവർ ദ വേൾഡ്. അതായത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ 1952 ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വിശദീകരിക്കുക. അപ്പൊ ആദ്യം എവിടെ മുതൽ എഴുതണം, 1950 നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് മുതൽ എഴുതണം. പിന്നെ നമ്മൾ എങ്ങനെയാ പ്ലാൻ ചെയ്തത്, 51 അല്ലെ, സോറി 50 നടത്താൻ നോക്കി, പക്ഷേ പറ്റിയില്ല. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. പിന്നീട് എപ്പോഴാണ്, 1951 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെയാണ് നമ്മളെ ഫസ്റ്റ് ഇലക്ഷൻ നീണ്ടു നിന്നത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്, ആ ഒരു സമയത്ത് ഇന്ത്യയുടെ സൈസ്, അതുപോലെ തന്നെ ജനാധിപത്യം ഇങ്ങനെ നടപ്പാക്കാൻ പറ്റുമോ എന്ന്
എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, സക്സസ്ഫുള്ളി എന്താണ് നമ്മൾ അത് കംപ്ലീറ്റ് ആക്കി. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിരുന്നു അല്ലെ, ഒരു അഴിമതിയും ഇല്ലാത്ത ഒരു ഇലക്ഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും എഴുതണം. അതായത് ഇന്ത്യക്ക് അന്ന് അതിർത്തിയില്ല, അതുപോലെ തന്നെ എന്താണ് ഇലക്ടോറൽ റോൾസ് പ്രിപ്പയർ ചെയ്യണം. അതായത് ഇലക്ഷൻ ആദ്യമായിട്ട് നടത്താൻ പോവുകയാണ്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് യൂസ് ചെയ്തിരുന്നത്, ബാലറ്റ് ബോക്സ് ആയിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഇൻവോൾവ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ ദ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം സ്ഥാപിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ വേറൊരു ഫോർമാറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, ചാലഞ്ചസ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് എന്താണ് ബൗണ്ടറീസ്, എന്താണ് അതിർത്തി നിർണ്ണയിക്കുന്നതിൽ കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് അഡോപ്റ്റ് ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇലക്ടോറൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്താണ് സജ്ജീകരിക്കൽ, ഇത്രയും പോപ്പുലേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് വെല്ലുവിളിയായിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ എന്തായാലും ചാപ്റ്റർ 3 നോക്കാം, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡ് എങ്ങനെയാണ്, വർഗീസ് കുര്യൻ ആണ്, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഡയറി പ്രോഡക്ട്സിന്റെ ആണ് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങൾ അത് സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് എന്താണ്, ഡിസ്ക്രൈബ് ഫസ്റ്റ് 5 year പ്ലാൻ ആൻഡ് സെക്കൻഡ് 5 year പ്ലാൻ. ആദ്യ പഞ്ചവത്സര പദ്ധതിയും രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയും വിവരിക്കുക. അപ്പൊ ഇത് എക്കണോമിക്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ സിമ്പിൾ ആണ്. ആദ്യത്തേത് അഗ്രികൾച്ചർ, മറ്റേത് എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ് കൂടുതലായിട്ടും. അപ്പൊ ഇതിന്റെ ഒരു നോട്ട് നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേർഡ് ചാപ്റ്ററിന്റെ ഓൾറെഡി ഉണ്ട്. അതല്ലാതെ ഫസ്റ്റ് 5 year പ്ലാനും സെക്കൻഡ് 5 year പ്ലാനും അതിന്റെ നോട്ട് നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ 4 ആണ്, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഓക്കെ, റൈറ്റ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി. നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ പ്രത്യേകത ഒന്നെന്തായിരുന്നു, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി പ്രിസർവ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ അത്രയും പ്രയത്നിച്ച് കിട്ടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം, അത് കാത്തു സൂക്ഷിക്കണം അല്ലെ. അതുപോലെ തന്നെ എന്താണ്, പ്രിസർവ് ദ ഹാർഡേർഡ് സോവറിനിറ്റി, നമുക്ക് കിട്ടിയ ഈ പരമാധികാരം നമ്മൾ എന്താണ് സൂക്ഷിക്കണം അല്ലെ. അതുപോലെ ടു പ്രൊമോട്ട് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, അതായത് വികസനം എന്താണ്, സാമ്പത്തിക വികസനം പെട്ടെന്ന് ത്വരിതഗതിയിൽ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ ഇന്ത്യ ചൈന വോർ ഇൻ 1962 ആൻഡ് ഇറ്റ്സ് എഫക്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധവും അതിന്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നമായിരുന്നു, ടിബറ്റ് ഇഷ്യൂവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബൗണ്ടറി ഇഷ്യൂവും. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്, അക്സായ് ചീൻ പ്രദേശവും അതുപോലെ തന്നെ നെഫ. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി. അപ്പൊ ഈ ഒരു പ്രശ്നമാണ് അവിടെ വിശദീകരിച്ച് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ചാപ്റ്റർ 5 ആണ്, ചാലഞ്ചസ് ടു ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ സർക്കംസ്റ്റാൻസസ് വിച്ച് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് പാർട്ടി ഇൻ 1969. 1969 കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ് കേട്ടോ മെയിനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇന്ദിരാഗാന്ധി അപ്പോയിന്റ് ചെയ്തതും അതുപോലെ സിൻഡിക്കേറ്റിന്റെ ലീഡറിനെയൊക്കെ നിങ്ങൾ എഴുതുക, പിന്നെ ആര് ജയിച്ചു എന്നുള്ളതും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മാസീവ് വിക്ടറി ഓഫ് ഇന്ദിരാഗാന്ധി ഇൻ ദ 1971 ഇലക്ഷൻ. 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ വൻ വിജയം വിശദീകരിക്കാൻ 10 point പ്രോഗ്രാം ഒക്കെ ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ഓക്കെ, അതും വലിയൊരു മാസീവ് സപ്പോർട്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത്. നെക്സ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് നോൺ കോൺഗ്രസിസം ആൻഡ് ഡിഫെക്ഷൻ. കോൺഗ്രസ് ഇതരത്വവും കുറുമാറ്റവും എന്ന ആശയത്തെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അറിയാലോ, നോൺ കോൺഗ്രസിസം എന്ന് പറഞ്ഞത് ആരാണ്, രാം മനോഹർ ലോഹിയാണ്. ഈ ഒരു സംഭവം എന്താണ്, അതായത് കോൺഗ്രസിനെതിരെ തിരിഞ്ഞതാണ് അല്ലെ. ഇപ്പൊ എല്ലാ മറ്റു കക്ഷികളും മറ്റു പാർട്ടികളും കൂടെ കോൺഗ്രസിനെതിരെ തിരിഞ്ഞതാണ്. അതുപോലെ കൂറുമാറ്റം എന്താണ്, ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആൾ എന്താണ്, പണമോ അധികാരമോ മോഹിച്ച് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുന്നതാണ് എന്ത്, കൂറുമാറ്റം. ഓക്കെ, ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ചാപ്റ്റർ 6 ആണ്, ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. അപ്പോൾ വാട്ട് ആർ ദ ലെസൺസ് ടോട്ട് ബൈ എമർജൻസി ടു അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതായത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ അടിയന്തരാവസ്ഥ പഠിപ്പിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം മനസ്സിലാക്കി, അതുപോലെ തന്നെ നമ്മളെ സിവിൽ ലിബർട്ടീസ്, നമ്മുടെ അവകാശങ്ങൾ മനസ്സിലാക്കി. ഇതിനുശേഷമാണ് എന്ത്, സിവിൽ ലിബർട്ടി ഓർഗനൈസേഷൻ ഒക്കെ സെറ്റപ്പ് ആകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ആക്കി എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ചാപ്റ്റർ 7 ആണ്, റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്.
ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വെയിറ്റേജ് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് അത് പറയാം കേട്ടോ. വെയിറ്റേജ് എന്ന് പറയുന്നത് ഇനി ഒന്നിച്ചത് പറയാം, അതൊന്നല്ല. ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. ഓക്കെ, റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സിൽ 6 മാർക്കാണ് വരുന്നത്. എസ് ഒന്നും വരില്ല. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ്. ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ മെയിനായിട്ട് ദളിത് പാന്തേഴ്സ് എവിടെയാണ് ഫോം ചെയ്തത്? മഹാരാഷ്ട്രയിലാണ്, 1972 എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, ദളിതർക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ വന്നതാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? വാട്ട് വാസ് ദ റീസൺ ഫോർ എമർജൻസ് ഓഫ് ആന്റി അറാക്ക് മൂവ്മെന്റ്? എന്താണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിന് കാരണം? പ്രധാനമായിട്ടും എന്താണ്? സ്ത്രീകളായിരുന്നു ഇതിന്റെ അജിറ്റേറ്റേഴ്സ്. എവിടെയാണ് വന്നത്? ആന്ധ്രാപ്രദേശിലാണ് അല്ലെ. അപ്പൊ എന്തിനെതിരെയാണ്? അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെന്താണ് ചാരായം കുടിച്ചുകൊണ്ട് എന്താണ് വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനെതിരെ സ്ത്രീകൾ എന്താണ് അവിടെ ആ ഒരു ചാരായം വിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സമരമായിരുന്നു അല്ലെ. അപ്പൊ അതെന്താണ്? വിജയകരമായിരുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? അപ്പൊ അതൊക്കെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 8 ആണ് റീജിയണൽ ആസ്പിറേഷൻസ്. ആൻസേഴ്സ് നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ തരാണ് കേട്ടോ. അതായത് നിങ്ങളൊരു റിവിഷൻ പോലെ കാണാം, ഇതൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ്? പഞ്ചാബ് അക്കോർഡ് വാസ് എ ലാൻഡ്മാർക്ക് ടുവേർഡ്സ് ബ്രിങ്ങിങ് പീസ് ടു പഞ്ചാബ്. പോയിന്റ് ഔട്ട് മെയിൻ പ്രൊവിഷൻസ് ഓഫ് പഞ്ചാബ് അക്കോർഡ്. അതായത് പഞ്ചാബിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള നാഴികക്കല്ലായിരുന്നു പഞ്ചാബ് കരാർ. പഞ്ചാബ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിക്കാനാണ്. മെയിൻ പ്രൊവിഷൻ എന്തായിരുന്നു? ചണ്ഡീഗഡ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പഞ്ചാബിന് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? സെപ്പറേറ്റ് കമ്മീഷൻ വുഡ് ബി അപ്പോയിന്റഡ് ടു റിസോൾവ് ദ ബോർഡർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ പഞ്ചാബ് ആൻഡ് ഹരിയാന. സെപ്പറേറ്റ് കമ്മീഷനെ നിയമിക്കണം. എന്ത് പ്രശ്നത്തിൽ? ഹരിയാനയും പഞ്ചാബും തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ. അതുപോലെ തന്നെ എന്താണ്? എ ട്രിബ്യൂണൽ വുഡ് ബി സെറ്റപ്പ് ടു ഡിസൈഡ് ദ ഷെയറിംഗ് ഓഫ് രവി ബീസ് റിവേഴ്സ് ഫ്രം പഞ്ചാബ്, ഹരിയാന ആൻഡ് രാജസ്ഥാൻ. അപ്പൊ ഈ കാര്യങ്ങളാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയയിൽ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വൺ ഓഫ് ദ ലീഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ തമിഴ്നാട്, DMK, എസ്റ്റാബ്ലിഷ്ഡ് പ്രോമിനൻസ് ഇൻ പൊളിറ്റിക്സ് വിത്ത് 3 അജിറ്റേഷൻസ്. എക്സ്പ്ലെയിൻ. അതായത് തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ DMK 3 പ്രക്ഷോഭങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ പ്രാമുഖ്യം സ്ഥാപിച്ചു. ഏതായിരുന്നു അത് എന്നാണ്. ഒന്നാമതായിട്ട് എന്താണ്? കള്ളക്കുടി റെയിൽവേ സ്റ്റേഷന്റെ നെയിം എന്താണ്? പുനഃസ്ഥാപിക്കുക. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് അജിറ്റേഷൻ. രണ്ടാമത്തത് എന്തായിരുന്നു? സ്കൂളുകളിൽ തമിഴ് കൾച്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. തേർഡ് എന്താണ്? അജിറ്റേഷൻ വാസ് അഗെയിൻസ്റ്റ് ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ സ്കീം ഓഫ് ദ ഗവൺമെന്റിന്റെ ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ സ്കീമിനെതിരെയായിരുന്നു. അപ്പൊ ഇതാണ് DMK വളർന്നു വരാനുണ്ടായ 3 അജിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 9 ആണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അപ്പോൾ റൈറ്റ് ദ കോൺസെൻസസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ എമംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമവായം, അല്ലെങ്കിൽ അവർ ഒരുപോലെ എഗ്രി ചെയ്യുന്നത്, ഒത്തുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എഗ്രിമെന്റ് ഓൺ എന്താണ്? ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം. അതുപോലെ തന്നെ എന്താണ്? ആക്സെപ്റ്റൻസ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസ്, അവർക്കുള്ള സോഷ്യൽ ക്ലെയിംസിന്റെ ആക്സെപ്റ്റൻസ്. അതുപോലെ തന്നെ എന്താണ്? ആക്സെപ്റ്റൻസ് ഓഫ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ലെവൽ പാർട്ടീസ്. സ്റ്റേറ്റ് ലെവൽ പാർട്ടീസിനെ എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, മാർക്കിനനുസരിച്ച് എഴുതാട്ടോ, വിശദീകരിച്ച് എഴുതണം എന്തായാലും എഴുതുന്ന കാര്യം. നെക്സ്റ്റ് എന്താണ്? 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്താൻ പോകുന്ന ചില സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അവ കണ്ടെത്തുകയും അതിന്റെ സ്വാധീനം പരിശോധിക്കുകയും ചെയ്യുക. അപ്പൊ എന്തായിരുന്നു? ഒന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം? ബാബറി മസ്ജിദിന്റെ പ്രശ്നം, അതുപോലെ തന്നെ എന്താണ്? ഷാബാനോ കേസ്, പിന്നെ റിസർവേഷൻ, മണ്ഡൽ ഇഷ്യൂ. റിസർവേഷൻ എന്താണ്? 27% ആക്കി മാറ്റി അല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ചാപ്റ്റർ 10 ആണ് കോൾഡ് വാർ ഇറ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കുറേ പേർക്ക് സംശയമുണ്ട് ഇത് വിടണോ എന്നുള്ള കാര്യം. ഞാൻ പറയും എന്തായാലും നിങ്ങളിത് ഒരിക്കലും വിടരുത്. കാരണം അതിനുള്ള റീസൺ എന്താണ്? 11th ചാപ്റ്റർ മുതൽ ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടണമെങ്കിൽ കോൾഡ് വാർ പീരീഡ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ എപ്പോൾ നടന്നതാണ്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 മുതൽ 91 വരെ നിലനിന്നിരുന്നതാണ് അല്ലെ. അപ്പോൾ ഈ 91 ആര് തകരാണ്? നമ്മുടെ USSR തകരാണ്. അങ്ങനെയാണ് എന്ത്? നമ്മുടെ USA, അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുന്നത്. രണ്ട് കക്ഷികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു. എന്ത് യുദ്ധമല്ല, അതെന്താണ്? ഹോട്ട് വാർ എന്നല്ലായിരുന്നു, ഒരു ഐഡിയോളജിക്കൽ വാറായിരുന്നു, ഒരു ആശയപരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ആര് തമ്മിലും എന്താണ്? ഹോട്ട് വാർ ഒന്നും യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ആശയപരമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ 45 മുതൽ 91 വരെ എന്താണ്? ഈ 2 സൂപ്പർ പവേഴ്സ് ആയിരുന്നു. USSR തകർന്നതിന് ശേഷം USA എന്താണ്? ഏകാധിപത്യ രാജ്യമായിട്ട് മാറുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരു പാടാണ് ഇതിന്റെ ശേഷം പിന്നെന്താണ്? എൻഡ് ഓഫ് ബൈപോളാരിറ്റി വരുന്നത്, അതായത് USSR തകരുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വിടണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ജസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് മനസ്സിലാക്കി വെക്കുക.
അതായത് അതിന്റെ ഒരു ഇൻട്രോ ആണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് എന്താണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്, 1962 നടന്നതാണ് അല്ലെ. അപ്പൊ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മിലിറ്ററി അലയൻസ് ഓഫ് USA അതുപോലെ തന്നെ USSR നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ USA ഏതായിരുന്നു? നാറ്റോ, സെന്റോ, സ്കാറ്റോ. ഫുൾ ഫോമും കൂടെ പഠിക്കാം കേട്ടോ. USSRന്റെ ആണെങ്കിൽ വാർസോ പാക്ട് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. എത്രയാണ് നമുക്ക് 10th ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതൊരിക്കലും വിടാൻ പറയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ചാപ്റ്റർ 11 ആണ്, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഷോക്ക് തെറാപ്പി എന്താണ്? ഷോക്ക് തെറാപ്പി എന്താണ്? ഐഡിയോളജിക്കൽ ട്രാൻസിഷൻ ആണ് അല്ലെ. അപ്പോൾ അതോറിറ്റേറിയൻ സോഷ്യലിസത്തിൽ നിന്ന് ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസത്തിലേക്കുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ട്രാൻസിഷനെയാണ് എന്തെന്ന് പറയാം? ഷോക്ക് തെറാപ്പി എന്ന് പറയാം. നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗോർബച്ചേവ്സ് റിഫോം. ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കാണ്, അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 12 ആണ് US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 9/11 ഇൻസിഡന്റ്. 9/11 സംഭവത്തെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്നാണ് സംഭവിച്ചത്? 2001 എങ്ങനെയാണ്, ആർക്കെതിരെയായിരുന്നു, ആ കാര്യങ്ങളൊക്കെ എഴുതാം. ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 13 ആണ് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 3 പില്ലേഴ്സ് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ASEAN. അതായത് ആസിയാന്റെ 3 തൂണുകൾക്ക് പേര് നൽകുക. അതുപോലെ ആസിയാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിശദീകരിക്കാനാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് എന്തായിരുന്നു? ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് എന്താണ്? ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി. രണ്ടെന്താണ്? ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. അപ്പൊ എന്നാണ് ആസിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത്? 1967 പിന്നെ അതിന്റെ എയിംസ് എന്താന്ന് എഴുതുക. അതുപോലെ തന്നെ ആദ്യം ഇത് ഇൻട്രോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ കൺട്രീസാ എന്നും കൂടെ എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ദ യൂറോപ്യൻ യൂണിയൻ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് സെന്റർ. ഡിസ്ക്രൈബ് ദ ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. അതായത് അമേരിക്കൻ ആധിപത്യത്തിന്റെ ബദൽ കേന്ദ്രമായി യൂറോപ്യൻ യൂണിയനെ കരുതുന്നു. യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ സ്വാധീനത്തെ കുറിച്ച് വിവരിക്കാനാണ്. അപ്പൊ ഇത് എഴുതുമ്പോൾ ഹെഡിങ് കൊടുത്ത് തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്? യൂറോപ്യൻ യൂണിയന്റെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ഗ്രോത്ത് എഴുതുക. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഗ്രോത്ത്, അതുപോലെ തന്നെ മിലിറ്ററി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് എഴുതാം. ഓക്കെ, ഹെഡിങ് കൊടുത്തിട്ട് തന്നെ എഴുതണം. ടെക്സ്റ്റിൽ അത് ഹെഡിങ് ഇല്ല. ഓക്കെ, ടെക്സ്റ്റിൽ ഹെഡിങ് ഇല്ലാതെയാണ് പറയുന്നത്. നിങ്ങൾ അത് ഹെഡിങ് ആക്കിയിട്ട് തന്നെ എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 14 ആണ് കണ്ടംപററി സൗത്ത് ഏഷ്യ എന്നുള്ളത്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് പാകിസ്ഥാൻ ഇൻ ബിൽഡിംഗ് എ സ്റ്റേബിൾ ഡെമോക്രസി. അതായത് സുസ്ഥിരമായ ജനാധിപത്യം കെട്ടിപ്പടുക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഒന്നാമതായിട്ട് എന്താണ്? അവിടെ ഡോമിനൻസ് ആരാണ്? മിലിറ്ററി ആണ് അല്ലെ. അതായത് അരിസ്റ്റോക്രാറ്റിക് റൂളാണ് അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ പാകിസ്ഥാൻ എന്താണ്? ഇന്ത്യനുമായിട്ടുള്ള ഈ ഒരു കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു യുദ്ധം എന്താണ്? അവിടെ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുന്നില്ല. കാര്യങ്ങളൊക്കെ വെച്ച് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, എക്സാമിൻ ദ ഏരിയാസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മേജർ കോൺഫ്ലിക്ട് ഏരിയ, അതിൽ 4 യുദ്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതണം. അതുപോലെ തന്നെ റിവർ വാട്ടർ ഇഷ്യൂ, ഓക്കെ, കാശ്മീർ ഇഷ്യൂ, അതുപോലെ തന്നെ ഇന്ത്യൻ സർവീസ് ഇന്റലിജൻസ് ISI ഇല്ലേ, ആ സ്പൈ ഏജൻസിയുടെ കാര്യമൊക്കെ കൂടെ നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാൻ. ഒന്നാമതായിട്ട് എന്താണ്? ബൗണ്ടറി ഇഷ്യൂ ഉണ്ട്, അതായത് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എന്താണ്? ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻ, അഭയാർത്ഥി പ്രശ്നം. അതുപോലെ തന്നെ എന്താണ്? ബംഗ്ലാദേശ് ആർക്ക് സപ്പോർട്ടായിരുന്നു? ആന്റി ഇന്ത്യൻ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പിന് സപ്പോർട്ടായിരുന്നു. അപ്പൊ അതിനെതിരെയുള്ളതും ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 15 ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ റൈറ്റ് എ നോട്ട് ഓൺ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 6 അടിസ്ഥാന അവയവങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ 6 എണ്ണം ഏതാണെന്ന് നമുക്കറിയാം. സെക്യൂരിറ്റി കൗൺസിൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, പിന്നെന്താ? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ജനറൽ അസംബ്ലി. അപ്പൊ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അതിൽ എത്ര മെമ്പേഴ്സ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ചാപ്റ്റർ 16 ആണ് സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി 2 നോഷൻസ് ഓഫ് ട്രഡീഷണൽ സെക്യൂരിറ്റി. അതായത് പരമ്പരാഗത സുരക്ഷയുടെ 2 ആശയങ്ങൾ വിലയിരുത്താനാണ് പറയുന്നത്. നമുക്കറിയാം ഏതൊക്കെയായിരുന്നു. ഒന്ന് എന്താണ്? എക്സ്റ്റേണൽ നോഷനും ഇന്റേണൽ നോഷനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് വിവരിച്ച് എഴുതണേ. ഓക്കെ, നെക്സ്റ്റ്, പോയിന്റ് ഔട്ട് ന്യൂ സോഴ്സസ് ഓഫ് ത്രെഡ്സ് ആൻഡ് ഗിവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ. ഭീഷണികളുടെ പുതിയ ഉറവിടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒരു ഹ്രസ്വ വിശദീകരണം നൽകുകയും ചെയ്യുക. ഒന്നാമതായിട്ട് ടെററിസം ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ഉണ്ട്, ഗ്ലോബൽ പോവേർട്ടി, ആഗോള ദാരിദ്ര്യം, പിന്നെന്താ? മൈഗ്രേഷൻ, ഹെൽത്ത് എപ്പിഡമിക്സ്,
അതായത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ എഴുതാട്ടോ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ 17 എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഐഡന്റിഫൈ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആൻഡ് ഹൗ വി ക്യാൻ പ്രിവെന്റ് സച്ച് ഡിഗ്രഡേഷൻ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അത്തരം അപചയങ്ങൾ എങ്ങനെ തടയാം. ഓക്കെ, പരിസ്ഥിതി പ്രശ്നം നമുക്ക് പൊല്യൂഷൻ, അതുപോലെ തന്നെ എന്താണ് സോയിൽ ഡിഗ്രഡേഷൻ, എല്ലാ കാര്യങ്ങളും എഴുതാതെ എങ്ങനെ തടയാം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂടുതലായിട്ടും എന്ത് എനർജി യൂസ് ചെയ്യേണ്ട, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പരമ്പരാഗത ഊർജ്ജം ഉപയോഗിക്കാതെ പാരമ്പര്യേതര ഊർജ്ജം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് എന്താണ്, ഇവാലുവേറ്റ് ഇന്ത്യ സ്റ്റാൻഡ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂ. പരിസ്ഥിതി വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് ട്രീറ്റീസ്, അതുപോലെ ഉടമ്പടികൾ. ഓക്കെ, അതാണ് ഇവിടെ വിശദീകരിച്ച് എഴുതേണ്ടത് കേട്ടോ. പ്രധാനപ്പെട്ടതുണ്ട്, അത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 18 ആണ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഐഡന്റിഫൈ ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. അതായത് ഗ്ലോബലൈസേഷൻ കാരണം എന്തൊക്കെ പ്രതികൂല ഫലങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്താണ് കുറഞ്ഞു. അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് എന്ത് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്തായിരുന്നു, ഈ ഗ്ലോബലൈസേഷൻ കാരണം പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള, അതായത് പ്രോഫിറ്റ് ലാഭം കൊതിച്ചുകൊണ്ടുള്ള കമ്പനീസ് എന്താണ് വളരാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ നമ്മളെ എൻവയോൺമെന്റ് പരിസ്ഥിതിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കണം. നെക്സ്റ്റ് എന്താണ്, റൈറ്റ് ദ കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിന്റെ അനന്തരഫലങ്ങൾ. അത് പൊളിറ്റിക്കൽ ഉണ്ട്, ഇക്കണോമിക് ഉണ്ട്, കൾച്ചറിൽ വന്ന മാറ്റങ്ങൾ എഴുതണം. നെക്സ്റ്റ്, ആഗോളവൽക്കരണം ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെയും സംസ്ഥാന പരമാധികാരത്തെയും ബാധിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ. അവിടെ എന്താണ് നിങ്ങൾ എഴുതണ്ടേ, തോന്നുന്നുണ്ട് എന്ന് തന്നെ എഴുതണം. അതെങ്ങനെയാണ്, അതിന്റെ പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അതായത് ഈ ഗ്ലോബലൈസേഷൻ കാരണം കൺട്രീസിന് വന്ന മാറ്റങ്ങൾ. ഓക്കെ, അതായത് നല്ല ഡെവലപ്മെന്റ് ഉണ്ടായി, GDP വർധനവ്, ആ കാര്യങ്ങൾ എഴുതണം നല്ല മാറ്റങ്ങളായിട്ട്. നെഗറ്റീവ് വശത്തിൽ എന്ത് എഴുതണം, ഗ്ലോബലൈസേഷൻ കാരണം എന്താണ്. ഇപ്പൊ ഈ നെഗറ്റീവ് എഫക്ട് നമ്മൾ അവിടെ പഠിച്ചതാണല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അപ്പോൾ അത് എവിടെ എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസിലെ 3 മാർക്സ് ടു 5 മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ എന്താണ് ഒരു മുക്കാഭാഗം കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതെന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ തന്നെ മാക്സിമം ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റേജ് പറയാം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 മാർക്സ് ആണ്. നമുക്കറിയാം ഹിസ്റ്ററിയിൽ എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ, വെയിറ്റേജ് അനുസരിച്ചിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാം. സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ 8 മാർക്കാണ് മാക്സിമം വരുന്നത്. അതുപോലെ നമ്മുടെ തേർഡ് ചാപ്റ്റർ 6 മാർക്കാണ് മാക്സിമം കേട്ടോ. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ 7 മാർക്സിന് വരെ ചോദിക്കാവുന്നതാണ്. ഫിഫ്ത്ത് ചാപ്റ്റർ എസ്സേ വരില്ല, 6 മാർക്സ് ആണ് മാക്സിമം ചോദിക്കാവുന്നത്. അതുപോലെ ഡെമോക്രാറ്റിക് ഓർഡർ നമ്മുടെ 6th ചാപ്റ്റർ എന്താണ് 7 മാർക്സ് മാക്സിമം ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് അവിടെ നിന്നും എന്താണ് 5 മാർക്സിനൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റീജിയണൽ ആസ്പിറേഷൻ ചാപ്റ്റർ 8 ആണ്. അവിടെ നിന്നും എന്താണ് 8 മാർക്സിന് അല്ലെങ്കിൽ 7 മാർക്സിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് 9th ചാപ്റ്റർ ആണ്. ഇവിടെ നിന്നൊരു എസ്സേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 6 മാർക്സിനും അല്ലെങ്കിൽ എന്താണ് 8 മാർക്സിനും ഒക്കെ ചോദിക്കാവുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കോൾഡ് വാർ എന്താണ് 4 മാർക്സിനാണ് മാക്സിമം ചോദിക്കാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻഡ് ഓഫ് ബൈപോളാരിറ്റി ആയിട്ടുള്ള നമ്മുടെ 11th ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 8 മാർക്സിനാണ്, എസ്സേ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് US ഹെജിമണി അതും 8 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ 6 മാർക്സിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ 6 മാർക്സ് ആണ്. നെക്സ്റ്റ് കോണ്ടംപററി സൗത്ത് ഏഷ്യ വളരെ കുറച്ച് മാർക്കിന് ചോദിക്കുള്ളൂ, 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക്, 4 മാർക്കാണ് മാക്സിമം. അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും 5 മാർക്കാണ് കേട്ടോ, 5 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം 6 മാർക്ക്. അവിടെ നിന്ന് എസ്സേ വരില്ല. നെക്സ്റ്റ് നമ്മുടെ 16th ചാപ്റ്റർ ആണ്, സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ് ആണ്, അതും 6 മാർക്സ് ആണ് മാക്സിമം കേട്ടോ. അതുപോലെ നമ്മുടെ 17th ചാപ്റ്റർ 4 മാർക്സ് ആണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ ചാപ്റ്റർ 18 ആണ്, ഒരു 5 മാർക്സ് ആണ് മാക്സിമം ചോദിക്കാവുന്നത്. അപ്പൊ എന്തായാലും ഈ വെയിറ്റേജ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ഏതാന്ന് മനസ്സിലാക്കുക, അത് കാര്യമായിട്ട് പഠിക്കുക, അതാണ് ഇതിന്റെ യൂസ്. അല്ല ഇതിൽ നിന്ന് ആ ഒരു മാർക്കിന് മാത്രമേ ചോദിക്കൂ എന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.